നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നൊരു പ്രേതാനുഭവ കഥ തന്നെയാണ്. പക്ഷെ അത് കുറച്ച് വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. വിശദമായി തന്നെ ഞാൻ പറയാം. അതിനു മുമ്പൊരു കാര്യം, നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്തോളൂ. ബുക്ക് ചെയ്തതിന് ശേഷം ഒരാഴ്ചക്കുള്ളിൽ ഞാൻ നിങ്ങൾക്ക് മറുപടി തരാം. അതിനുശേഷം നമുക്ക് നേരിട്ട് സംസാരിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. പ്രേതബാധകൾ എല്ലാവർക്കും ഒരുപാട് ഭയപ്പാടുണ്ടാക്കുന്നതാണ്, പേടിയുണ്ടാക്കുന്നതാണ്. ഇപ്പം അത് നമുക്കോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ വന്നില്ലെങ്കിൽ പോലും നമുക്കത് ഒരുപാട് ഭയപ്പാടുണ്ടാക്കും. കാര്യം അതിൻ്റെ അനുഭവങ്ങൾ അത് കേട്ട അറിവുള്ളവർക്ക് പോലും പേടിയാണ്. അപ്പം നമുക്ക് ഇങ്ങനെ വരുന്ന പ്രേതബാധകളെ ഒഴിപ്പിക്കാൻ പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ, സംഭവങ്ങൾ ഞാൻ കഥാരൂപേണ ഇതിനകത്ത് ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ വളരെ ഉത്സാഹത്തോടു കൂടി അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ചിരിക്കാൻ പറ്റുന്ന ഇത്രയും രൂക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നെങ്കിൽ പോലും അതിനിടയ്ക്കും ചിരിക്കാനുള്ള ഒരുപാട് വകകൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ദുഃഖിക്കാനും പിന്നീട് ഒരിക്കലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഒരുപാട് സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് പിന്നെ ഒരിക്കലും നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ തകർന്നു പോയിട്ടുള്ള സംഭവങ്ങൾ ഒരുപാടുണ്ട്. അതിന് കുറച്ചൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങൾ രണ്ടും ചിരിക്കാനുള്ളതും ഇതേ കണക്ക് നമ്മൾ ഒരിക്കലും നമുക്ക് ആ ദുഃഖം തീരാത്ത വിധത്തിലേക്ക് നശിച്ചു പോയിട്ടുള്ള ഒരുപാട് സംഭവ കഥകളൊക്കെ ഉണ്ട്. അപ്പം ഞാനത് ഒരുപാട് പേരുടെ അടുത്ത് വിളിച്ച് ചോദിക്കുന്നുണ്ട്. മറക്കാൻ പറ്റാത്ത, ഒന്നും മറക്കാൻ പറ്റുന്നതല്ല എങ്കിൽ പോലും അതിൽ നമുക്ക് ഒരുപാട് മറക്കാൻ പറ്റാത്തതെന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ മറന്നുപോകും. പക്ഷേ നമ്മുടെ മനസ്സിനെ പോലും പിടിച്ചുലയ്ക്കുന്ന വിധത്തിലുള്ള, അതായത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അതൊരിക്കലും നമ്മൾ മറക്കില്ല. അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളൊരു സംഭവത്തിനെ കുറിച്ച് ഇന്ന് ഞാൻ പറയാം. ഇതൊരു 15 വർഷത്തിന് മുമ്പ് ഞാൻ പോയി പരിഹരിച്ച ഒരു കേസാണിത്. അത് ഒരാൾക്കൊരു ജോലി സ്ഥലത്ത് വെച്ചിട്ട് ജോലി സംബന്ധമായിട്ടുള്ളൊരു തർക്കം അയാളും അയാളുടെ കൂട്ടത്തിലുള്ള ഒരാളുമായിട്ടാണ്. ഇപ്പോൾ രണ്ടുപേരും 2 സമുദായമാണ്. ഏത് സമുദായം എന്നൊന്നും ഞാൻ പറയുന്നത്, രണ്ടുപേരും 2 സമുദായത്തിൽപ്പെട്ടവർ. അപ്പോൾ ഈ ഒരാൾ, അതായത് ഞാൻ പരിഹരിച്ച് കൊടുത്ത ഒരാൾ വെറും പാവമാണ്. അയാൾ വേറെ പ്രശ്നക്കാരനൊന്നുമല്ല. വളരെ സന്തോഷമായിട്ടും വളരെ എല്ലാവരുടെ സൗഹൃദമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. പക്ഷെ അയാളെ ആ ജോലി സ്ഥലത്തൊന്നും പറഞ്ഞ് വിടാൻ വേണ്ടിയിട്ട്, അതായത് ഈ ജോലി തന്നെ ഇയാൾക്ക് കിട്ടാൻ കാരണം ഇയാൾക്ക് അവിടെ ഒരു ശത്രു ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ശത്രു ഇരുന്ന ഒരു ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റ് അയാളന്ന് എന്തോ ഒരു പ്രത്യേകത കാണിച്ചത് കാരണം മാനേജ്മെൻറ്റ് അയാളെ മാറ്റിയിട്ട് ഇദ്ദേഹത്തിനെ അവിടെ കൊണ്ടിരുത്തി. ഇദ്ദേഹം പുതിയതായിട്ട് വന്നതാണ്. പക്ഷെ ഇദ്ദേഹം ഇതൊന്നും അറിഞ്ഞില്ല. പക്ഷെ അയാളുടെ മനസ്സിൽ ആ ഒരു പകയുണ്ടായിരുന്നു. ആ പക വെച്ചിട്ട് അയാളോട് പെരുമാറിക്കൊണ്ടേയിരുന്നു. പക്ഷെ രണ്ടുപേരും ഓഫീസിൽ തന്നെയാണ്, സ്ഥാനങ്ങൾ മാറിയെന്നുള്ളതേ ഉള്ളൂ. അതായത് മാനേജർ പിയൂൺ ആയതുപോലൊരു അവസ്ഥയായിപ്പോയി. അയാൾക്ക് അതിനുള്ള പകയുണ്ടായിരുന്നു. അദ്ദേഹം അയാളുടെ ആ സമുദായത്തിൽ പോയിട്ട് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ദുഷ്കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് അവരുടെ ആചാരപ്രകാരം ഉള്ള പ്രേതാത്മാക്കളെ ഈ ശരീരത്തിലേക്ക് കയറ്റി വിട്ടു. അപ്പം ഇതൊക്കെ സത്യമാണെന്ന് ചോദിച്ചാൽ സത്യമാണ്. ഇത് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാക്കി. ഇദ്ദേഹത്തിന് പ്രശ്നം വന്നു. ആരോഗ്യപരമായിട്ടൊക്കെ ഇദ്ദേഹം ഒരുപാട് തകർന്നു പോയി. ഇപ്പോഴത്തേക്ക് മാനേജ്മെൻറ്റ് തന്നെ കുറച്ച് ദിവസത്തെ അവധി കൊടുത്തിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഇതൊക്കെ ചികിത്സിച്ചിട്ട് ഭേദമാക്കിയിട്ട് വരാൻ പറ്റും. കാര്യം ജോലി കാര്യത്തിൽ മാനേജ്മെൻറ്റിന് ഏറ്റവും തൃപ്തികരമായിട്ടൊരു മനുഷ്യനായിരുന്നു ഇദ്ദേഹം. ജോലി കാര്യത്തിൽ അദ്ദേഹം പക്കയാണ്, അതിനൊരു സംശയമില്ല. അങ്ങനെയാണ് ഇദ്ദേഹം എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിനുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ ഒരു അത്ഭുതകരമായിട്ടൊരു ശക്തി, ആ ശക്തി എന്ന് വെച്ചാൽ ഒരു 7-8 നല്ല മല്ലന്മാരുടെ ശക്തി ഇദ്ദേഹത്തിലേക്ക് വരും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശരീരം വളരെ ചെറുതാണ്, ആരോഗ്യം കുറഞ്ഞൊരു ശരീരക്കാരനാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ആർക്കും ഒരു മുൻകൂട്ടി ഒരു ധാരണ ഉണ്ടാകില്ല എന്നുള്ളതാണ്. കാരണം നിസ്സാരമെന്ന് നമ്മൾ ഇദ്ദേഹത്തിനെ കൊണ്ട് നിസ്സാരമെന്ന് കരുതുന്ന പലതും, ഇല്ലെങ്കിൽ 2 പേര് ചേർന്ന് എടുത്താൽ പൊങ്ങാത്തത് പോലും ഇദ്ദേഹം അപ്പോഴെടുത്ത് എറിയും. അത്രയ്ക്ക് ഇദ്ദേഹം മറ്റൊരാളായിട്ട് മാറുന്നു. ദേഷ്യം വരുന്നു. ആരോടും എന്തും പറയുന്നതിന് ഒരു മടിയുമില്ല.
അതാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രശ്നം ഉണ്ടാക്കിയത്. മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് പോലും ഇദ്ദേഹം ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് അറിയില്ല. അതുകൊണ്ടാണ് അവർക്ക് മനസ്സിലായത് എന്തോ പ്രശ്നമാണ്. പക്ഷേ ഇത് കൂടെ ഉള്ള ആൾ തന്നെ ഈ പണി കൊടുത്തു എന്നുള്ള കാര്യം അവർക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ ഇടപെട്ടപ്പോഴത്തേക്കും കുറച്ച് ദിവസം ലീവ് കൊടുത്തിട്ട് ഇതെങ്ങനെയെങ്കിലും ചികിത്സിച്ചോ എന്താണോ ചെയ്തിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇദ്ദേഹം എൻ്റെ അടുത്ത് എത്തിയത്. അപ്പം ഞാനിത് അധികം വലിച്ചു നീട്ടുന്നില്ല, പെട്ടെന്ന് ഞാൻ പറഞ്ഞ് ഇത് തീർക്കാൻ ഞാനിത് അങ്ങനെ എൻ്റെ അടുത്ത് വരുന്നു. എൻ്റെ അടുത്ത് വരുമ്പോൾ ഇദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഒരു 10 വയസ്സുള്ള ഒരു 10-12 വയസ്സുള്ള ഒരു ബാലൻ്റെ ആരോഗ്യവും ശരീരം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് വല്ലാത്ത സൈസൊക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. പെട്ടെന്ന് ശോഷിച്ചു പോയി. വല്ലാത്തൊരു അത്ഭുതമായിരുന്നു എല്ലാവർക്കും. അപ്പം ഇയാളെന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കുന്നു, സ്വാഭാവിക, അതായത് ഒരു സാധാരണഗതി ഇരിക്കുമ്പോൾ അങ്ങേർക്ക് ഇന്നിപ്പോൾ ഒന്നിനും വയ്യ, ഒട്ടും വയ്യ. അദ്ദേഹം മരുന്നൊക്കെ കഴിച്ച് ജീവിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പപ്പടം എടുത്ത് പൊടിയാൻ പറഞ്ഞാൽ പോലും അദ്ദേഹത്തിന് വയ്യ, അത്രയ്ക്ക് ഒരു അവശനാണ് അദ്ദേഹം. പക്ഷെ ഈ ഒരു പരിഹാര കർമ്മത്തിന് ഇദ്ദേഹത്തിനെ കൊണ്ടിരുത്തി. അപ്പോൾ തുടക്കം എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞു, ഇങ്ങനെ ഇരിക്കുന്നു നോക്കണ്ട, ഇത് ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്. അപ്പോൾ ഞങ്ങളിത് പരിഹരിക്കുന്ന സമയത്തിന് എൻ്റെ കൂട്ടത്തിലുള്ളവരെയൊക്കെ ഞാൻ പിടിച്ച് നിർത്തിയിരുന്നു. അപ്പോൾ 4 പേര്, ഇദ്ദേഹം ഇങ്ങനെ ഇരിക്കുമ്പോൾ 4 പേരാണ് ഇദ്ദേഹത്തിൻ്റെ 2 ഭാഗത്തായിട്ട് നിന്ന്. അത് 4 പുരുഷന്മാർ, നല്ല ആരോഗ്യമുള്ളവർ 4 പേര്. അതായത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കയ്യിൽ 2 പേര്, ഒരു കയ്യിൽ 2 പേര് വെച്ചിട്ട് പിടിച്ചോളാൻ ഞാൻ പറഞ്ഞു. കാര്യം ഇതൊരു വിഷയമാകും. അതിന് വീട്ടുകാരും സൂചന തന്നു. പിന്നെ നോക്കുമ്പോഴും അറിയാമല്ലോ, ഇത് വന്നു കഴിഞ്ഞാൽ ഇതെന്താണ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം വെച്ചാൽ നമ്മൾ ആചരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന സമുദായമല്ല ഇത്. അപ്പോൾ മറ്റൊന്ന് വരുമ്പോൾ അതിൻ്റെ പ്രകടനം മറ്റൊരു വിധത്തിലായിരിക്കും. അങ്ങനെ നമ്മൾ പൂജ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ശരീരത്ത് വന്നിട്ട് ഇത് കാണിച്ചത് ഈ അദ്ദേഹത്തിൻ്റെ ഇടത് കയ്യിൽ 2 പേര്, വലത് കയ്യിൽ 2 പേര്. 2 പേരെന്ന് വെച്ചാൽ അവരുടെ അതിൽ നിൽക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യം വെച്ചിട്ട് അതിൽ നിൽക്കുന്ന ഒരാളുടെ ഒരു വിരൽ മതി ഇദ്ദേഹത്തിനെ ചൂണ്ടി നിർത്താം, അത്രയ്ക്കുള്ള അവശനാണ്. പക്ഷെ ഇതിങ്ങോട്ട് വന്നു കഴിഞ്ഞ് കുറേ പേരെയൊക്കെ കാണിച്ചതിന് ശേഷം വളരെ നിസ്സാരമായിട്ട് 4 പേരെയും തൂക്കിയെടുത്ത് ദൂരെ എറിഞ്ഞു. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 4 പേര് 4 ഭാഗത്തേക്ക് പോയി വീണു. അതാണ് അപൂർവമായ, അതായത് അദൃശ്യമായ ശക്തിയുടെ ഒരു കായിക ബലമെന്ന് വെച്ചാൽ അതാണ്. 4 പേരെയും വെച്ചാൽ 4 പേരും നല്ല സൈസുള്ള 4 പേരാണ്. അത് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ പിടിച്ചു നിർത്തിയതാണ്. പക്ഷെ അവരൊക്കെ വളരെ നിസ്സാരമായി നിന്നു. കാര്യം വെച്ചാൽ ഇത്രയല്ലേ ഉള്ളൂ, അഥവാ എന്തെങ്കിലും കാണിച്ചാൽ ഞങ്ങൾ തൂക്കി അങ്ങ് അന്തരീക്ഷത്തിൽ പൊക്കിക്കൊള്ളാം. തറയിൽ ചവിട്ടി നിന്നിട്ടല്ലേ ഇദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, ഈ കൊച്ചു മനുഷ്യന്. അപ്പം അതുകൊണ്ട് ഒരാൾ പറഞ്ഞാൽ ഞാൻ പൊക്കിയെടുത്തോളാം, ഞങ്ങൾ പൊക്കിയങ്ങ് എടുത്തോളാം. അപ്പം പിന്നെ ഒന്നും ചെയ്യില്ലല്ലോ, കയ്യിലും കാലിലൊക്കെ ഞങ്ങൾ പിടിച്ചോളാം എന്ന് പറഞ്ഞ് എനിക്കും അപ്പോഴൊരു വിശ്വാസം തോന്നി. പക്ഷേ ഈ ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ ഇതിൻ്റെ ഒരു ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളാരും പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറമായിരുന്നു. ഈ 4 പേരെ എടുത്തെറിഞ്ഞു കളഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹം കൈ ഇങ്ങനെ ഒന്ന് അടുപ്പിച്ചിട്ട് തിരിച്ച് വീശിയപ്പോൾ 4 പേരും പിടിവിട്ട് 4 ഭാഗത്തേക്ക് പോയി വീണു. വളരെ അത്ഭുതകരമായിട്ടൊരു സംഭവമായിരുന്നു. പക്ഷെ എന്തായാലും വളരെ കഷ്ടപ്പെട്ടിട്ടായാലും ബാക്കി പിന്നെ ഒരുപാട് ആൾക്കാർ കൂടെ വന്നു പിടിച്ചിരുത്തി മണിക്കൂറുകൾ കൊണ്ട് ഞങ്ങളതിനെ പൂർണ്ണമായും ഒഴിപ്പിച്ചു. ഈ സംഭവം നടക്കുന്നത് ഒരു 15 വർഷം കഴിഞ്ഞു. ഇപ്പോഴേ 2009-ലോ 10-ലോ ഈ സംഭവം നടക്കുന്നത്. കഴിഞ്ഞു. പൂർണ്ണമായും അദ്ദേഹത്തിന് അത് ഒഴിവായി കിട്ടി. വളരെ സന്തോഷവനായി വന്നു. അദ്ദേഹത്തിൻ്റെ ശരീരമെല്ലാം വീണ്ടും പഴയതുപോലെ തന്നെ ആയി വന്നു. ആ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ തന്നെ അദ്ദേഹത്തിന് ജോലിയും കിട്ടി. പിന്നീട് 1-2 പ്രാവശ്യം മറ്റെന്തോ കാര്യം പറഞ്ഞിട്ട് ഈ 10-15 വർഷത്തിനുള്ളിൽ മറ്റെന്തോ കാര്യം പറഞ്ഞിട്ട് 2-3 പ്രാവശ്യം അദ്ദേഹവും ഫാമിലിയായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. വന്നു, ആ കാര്യങ്ങളെല്ലാം പരിഹരിച്ചു പോവുകയും ചെയ്തു. അപ്പം ഈ അടുത്ത സമയത്തിന് അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ എൻ്റെ അടുത്ത് വന്നിരുന്നു. എൻ്റെ അടുത്ത് വന്നിങ്ങനെ കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന് വീണ്ടും ഇത്രയും വർഷത്തിന് ശേഷം വീണ്ടും അതുപോലല്ല, മറ്റൊരു വിധത്തിൽ അദ്ദേഹത്തിന് ദോഷം വന്നിരിക്കുന്നു. അതായത് അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യണം. പഴയതുപോലെ ആരോഗ്യമോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല, അതൊന്നുമല്ല. അപ്പം അതല്ല, മറ്റൊന്നാണ്. വെറുതെ ഇരുന്ന് കരയും, പക്ഷെ ജോലിക്ക് പോകും, ജോലിയെല്ലാം കൃത്യമായി ചെയ്യും. വെറുതെ ഇരുന്ന് കരയും, ആത്മഹത്യ ചെയ്യണം. അങ്ങനെ അവർ ആദ്യം ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടർ കുറച്ച് മരുന്നൊക്കെ കൊടുത്തു. ഒരു രക്ഷയില്ലാതെയാണ് എൻ്റെ അടുത്ത് വന്നത്. ഞാൻ പറഞ്ഞ് ആളിനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. പക്ഷെ കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞത് വിളിച്ചു, പക്ഷേ പുള്ളി വരുന്നില്ല.
എന്താവശ്യമുണ്ടെങ്കിൽ ഇതുണ്ടെങ്കിൽ 2-3 പ്രാവശ്യം ചെറിയ ആവശ്യങ്ങളായിട്ട് പോലും ഓടി എൻ്റെ അടുത്ത് വന്ന മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം എൻ്റെ അടുത്ത് വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും വരാതെ പറ്റില്ല, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. അത് പറഞ്ഞു വിട്ടു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു. എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ കാണുന്നത് അദ്ദേഹം പഴയതുപോലെ തന്നെ. പക്ഷേ അതുപോലുള്ള ആരോഗ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. അദ്ദേഹം വളരെ ശോഷിച്ചു പോയി. പക്ഷേ ഈ ശക്തി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം കരച്ചിലാണ്, ചുമ്മാ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. കരഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ ഞാൻ ആത്മഹത്യ ചെയ്യും, എനിക്ക് ജീവിക്കണ്ട. ഞാൻ ചോദിച്ചു കാരണം എന്താണ്? അതെനിക്കറിയില്ല, പക്ഷെ എനിക്ക് ആത്മഹത്യ ചെയ്യണം. ഈ ഒരു ടെൻഡൻസി ഇദ്ദേഹത്തിലേക്ക് കൂടി. അപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് പറഞ്ഞു, അദ്ദേഹം തന്നെ പറഞ്ഞു, ഇതെന്താണെന്നൊന്ന് രാശി നോക്കി പറഞ്ഞു തരണേ, എനിക്ക് അങ്ങനെയെങ്കിലും ഒരു മനസ്സമാധാനം കിട്ടട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രാശി വെച്ച് നോക്കുമ്പോൾ പഴയ ആളിൽ നിന്ന് തന്നെ ഇത് വീണ്ടും വന്നിരിക്കുന്നു. ഞാനത് അദ്ദേഹത്തിനോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഒരു കാരണവശാലും അവൻ എനിക്കത് ചെയ്യില്ല. കാരണം അവനും ഞാനും ഇപ്പം നല്ല സുഹൃത്തുക്കളാണ്, ഞങ്ങൾ ഒന്നിച്ചാണ് യാത്ര ചെയ്യുന്നത് വരെ, അത്രയ്ക്ക് ഞങ്ങൾ സുഹൃത്തുക്കളാണ്, അവൻ ചെയ്യില്ല. അദ്ദേഹത്തിൻ്റെ വിശ്വാസം അതായിരുന്നു. ഞാൻ അതിന് തർക്കിക്കാൻ പോയില്ല. പക്ഷേ ഇതൊരു വല്ലാത്ത സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്തായാലും എനിക്കടുത്തൊരു പരിഹാരം ചെയ്യണമല്ലോ, അതിനൊരു സമയമാണല്ലോ. അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് 7 ദിവസം കഴിയുമ്പോൾ എൻ്റെ അടുത്ത് വരണം, അതുവരെ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നമുക്ക് പരിഹരിക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഇദ്ദേഹത്തിനെ പറഞ്ഞു വിടുകയാണ്. അന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ അടുത്ത് വന്നതേ ഉള്ളൂ. ഇദ്ദേഹത്തിന് വീണ്ടും രണ്ടാമത് ഈ ഒരു അവസ്ഥ വന്നിട്ട് ഏകദേശം 1 വർഷത്തിന് പുറത്തായി കഴിഞ്ഞു. ഞാൻ അറിഞ്ഞില്ല. ഞാൻ അറിഞ്ഞത് 1 മാസത്തിന് മുൻപാണ്. ഞാൻ 3 ആഴ്ചയ്ക്ക് മുമ്പെന്നാണ് ഞാനിത് അറിയുന്നത്. അറിഞ്ഞതിന് ശേഷം ഇവർ എൻ്റെ അടുത്ത് വരികയാണ്. വന്നത് ഇദ്ദേഹത്തിനെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവസ്ഥ വളരെ മോശമായ അവസ്ഥയാണ്, കൈവിട്ടു പോയി എന്നുള്ളത് തന്നെയാണ്. എങ്കിലും ഞാൻ ഒരുപാട് നേരം പറഞ്ഞു, അദ്ദേഹത്തിനെ ഞാൻ പിടിച്ചു എന്നോടൊപ്പം ചേർത്ത് നിർത്തി. എൻ്റെ അടുത്ത് വരുന്ന ആരുടെ ഞാൻ അത്ര ഒരു ഇത് കാണിക്കാറില്ല. കാര്യം എനിക്കറിയാം ഇദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ എങ്ങനെ പോകും. പക്ഷേ എങ്കിലും ഇപ്പോൾ സംഭവിച്ച ദുരന്തം അദ്ദേഹത്തിന് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുമെന്നൊരു വിശ്വാസമായിരുന്നു. അപ്പോൾ എന്നെ ഒരു സഹോദരനെ പോലെയാണ് കരുതിയത് അദ്ദേഹം. ഞാനും അതുപോലെ തന്നെ പറഞ്ഞു, എന്നോടൊപ്പം ചേർത്ത് നിർത്തി. അപ്പോൾ ഇങ്ങനെ കരയുകയാണ്. അപ്പം അദ്ദേഹം ഒരു പുരുഷനാണ്. കരയുമ്പോൾ ശരിക്കും നമുക്ക് വിഷമം തോന്നും. നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ നമ്മൾ തയ്യാറാകും. ഞാൻ അങ്ങനെ തയ്യാറായി. ഞാൻ ചേർത്ത് നിർത്തി പറഞ്ഞു, ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഇപ്പം ഞാൻ വന്നല്ലോ, ഞാൻ സഹോദര സ്ഥാനത്തുണ്ട്, എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ചോളൂ. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ അടുത്ത ദിവസം വരാൻ പറഞ്ഞപ്പം അദ്ദേഹത്തിന് അന്ന് പറ്റില്ല. 1 ആഴ്ച കഴിഞ്ഞിട്ടേ വരാൻ പറ്റും, ഒരു ലീവ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ അതുവരെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? അതുവരെ ഞാൻ നിന്നോളാം, എന്തായാലും ഞാൻ ഇവിടെ വന്നല്ലോ, ഞാൻ നിന്നോളാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. ഞാൻ കൂടെ വന്ന ആളിനോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അനിയനോ ആരാണോ കൂടെ വന്നത്, പറഞ്ഞു സൂക്ഷിച്ചോളണം, എന്തായാലും എൻ്റെ അടുത്ത് വരാൻ പറ്റുന്ന ദിവസം വരെ നിങ്ങൾ നന്നായി ഒന്ന് സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു വിട്ടു. അവർ പോവുകയും ചെയ്തു. പക്ഷെ പിന്നീട് എനിക്ക് ഈ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വല്ലാതെ എന്നെ അലട്ടുന്നുണ്ടായിരുന്നു. കാര്യം എനിക്ക് അന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നു എന്നൊക്കെ ഒരു ചിന്ത. പക്ഷേ പറ്റില്ല. കാര്യം ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിന് ഒരു സമയം നമുക്കുണ്ട്. നമ്മളിത് കാര്യങ്ങൾ അറിഞ്ഞ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അതുപോലെ അവർ വന്നതും ഞാൻ ഇതൊന്നും അധികമായി നോക്കുന്ന സമയമല്ല. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അവരെത്തിയത് പോലും. അപ്പോഴത്തേക്കും രാശി നോക്കുന്ന സമയമൊക്കെ ഏകദേശം കഴിഞ്ഞു പോയി. പക്ഷേ സംഭവം രൂക്ഷമാണെന്നുള്ള മനസ്സിൽ ഞാനിതെല്ലാം പറഞ്ഞു വിടുകയും ചെയ്തു. പോയി 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് എനിക്കൊരു കോള് വരുന്നു. എനിക്ക് കോള് വന്നതിൻ്റെ അന്ന് അപ്പോഴദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങ്, അതായത് അടക്കം കഴിഞ്ഞതേ ഉള്ളൂ. അദ്ദേഹം സൂയിസൈഡ് ചെയ്തു. അപ്പം ഞാനിത് പറയാൻ കാര്യം, ഇങ്ങനെ ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷിക്കാനൊക്കെ സാധിക്കും, അതിൻ്റെ ഒരു ഉറച്ച വിശ്വാസമാണ്. പക്ഷെ അതിനൊരു സമയവും, അല്ലെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ വരുന്നവർ എന്നെയോ മറ്റൊരാളെയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെയൊക്കെ കൊണ്ട് കാണിക്കുന്നതിനൊക്കെ നമ്മൾ അധികം സമയം താമസിക്കരുത്. ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വന്നു പോയി ഒരു പരിധി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊന്നും പിടിച്ചാൽ കിട്ടില്ല. നമ്മളാരും ദൈവങ്ങളല്ല. ഇതിനൊക്കെ നമുക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരാളടുത്ത് ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. അതിനുവേണ്ടി ഒരു പരിഹാരം ചെയ്യാൻ പറ്റില്ല. നമുക്ക് പിന്നെ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കണം. കാര്യം എന്തെങ്കിലും നമ്മൾ ചാടി വീണ് ചെയ്താൽ അത് ഗുണത്തെക്കാളേറെ നമുക്ക് ദോഷമേ വരുള്ളൂ. ഇത് വളരെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരുപാട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു തൊഴിലാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. വളരെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം.
കാരണം തിരിച്ചടി ഞങ്ങൾക്ക് തന്നെ ഉണ്ടാകാം. ഞങ്ങൾ കൂട്ടത്തിൽ വന്ന എത്രയോ പേർക്ക് അപകടങ്ങൾ പറ്റിയിട്ടുണ്ട്. ഞാനിത് കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞതാണ്. അതുപോലെ ഇടുക്കി ആ ഭാഗത്ത് എവിടെയാണ് ഒരു പൂജയ്ക്ക് പോയി എൻ്റെ കൂട്ടത്തിൽ വന്ന ഒരാളെ അവസാനം ഈ പ്രേതം ഇറങ്ങി ഓടി പിടിക്കാൻ പോയി. ആ കൂട്ടത്തിൽ ഒരാളെ ഞങ്ങൾക്ക് പിന്നെ കൈ കിട്ടുന്ന അടുത്ത ദിവസം രാവിലെയാണ്. എങ്ങോട്ട് പോയെന്നറിയില്ല. അത്രയും വിജനമായ സ്ഥലമായിരുന്നു. ഓടി പിടിക്കാൻ വേണ്ടി എല്ലാവരും ഓടി. പക്ഷെ തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളിനെ കാണാനില്ല. അടുത്ത ദിവസം നേരം വെളുത്ത് ഞങ്ങളെല്ലാം അന്വേഷിച്ച് ചെന്നപ്പോഴത്തെ അദ്ദേഹത്തിന് വളരെ മോശമായ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്ക് ജീവനോടുകൂടി തിരിച്ചു കിട്ടി. ഇങ്ങനെ ഒരുപാട് അപകടങ്ങൾ പിടിച്ചതാണത്. അപകടങ്ങൾ പിടിച്ചു. അതിനോടൊപ്പം തന്നെ ഇതുപോലുള്ള ചില കേസുകൾ നമ്മുടെ കയ്യിൽ വന്ന് പെട്ടുപോയാൽ നമുക്കതിനെ പരിഹരിക്കാനൊരു സമയം നമുക്ക് വേണം. ഇപ്പോൾ ഒരു ഡോക്ടറിനെ ഒരു അത്യാഹിത വിഭാഗത്തിൽ രോഗിയെ കൊണ്ടുപോയാൽ പെട്ടെന്നൊന്നും ഡോക്ടറൊന്നും ചെയ്യാൻ പറ്റും. അത് പരിശോധിക്കുക, ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ അതിന് ജീവൻ നിലനിർത്താനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെയാണ് ചിലപ്പോൾ ഇത് അതിനേക്കാളും ഒരുപടി മുന്നിലേക്ക് നമുക്ക് പോകുമെന്നുള്ളതാണ്. അങ്ങനെ എൻ്റെ മനസ്സിന് ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാക്കുന്ന ഒരു 15 വർഷത്തിന് മുമ്പ് ഞാൻ ചികിത്സിച്ച് പരിഹരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വിട്ടുകൊടുത്ത ഒരു വ്യക്തി അതിനുശേഷം വീണ്ടും അന്ന് ആരാണോ ദ്രോഹിച്ചത് അവരിൽ നിന്നും ഇദ്ദേഹത്തിന് വീണ്ടും അത് കിട്ടി. അത് മറ്റൊരു രൂപത്തിൽ മറ്റൊരു ശക്തിയാണ് കിട്ടിയത്. അത് തീർത്തും അദ്ദേഹത്തിൻ്റെ ജീവനെ കൊണ്ട് മാത്രമേ ഇപ്പോൾ കാര്യം സമയത്തിന് എൻ്റെ അടുത്ത് വരാൻ പോലും സാധിച്ചില്ല. ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ചിലപ്പോൾ സമയത്തിന് വന്നാൽ പോലും രക്ഷിക്കാൻ പറ്റുമായിരുന്നോ എന്ന് ഞാനിപ്പോൾ സംശയിക്കുന്നു. കാര്യം ഞാനത് നന്മയും തിന്മയും ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്. എല്ലാവരെയും എനിക്ക് രക്ഷിക്കാൻ പറ്റുമെന്നോ അല്ല എല്ലാ കേസുകളിലും പൂർണ്ണ വിജയം കണ്ടെത്താൻ പറ്റുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ട് അല്ലെങ്കിൽ വരുന്നവരുടെ എൻ്റെ അടുത്തുള്ള ഒരു വിശ്വാസം കൊണ്ട് ആണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. അതുകൊണ്ടൊക്കെ വിജയിക്കുന്നതാണ്. എൻ്റെ കഴിവ് അതിനും താഴെയാണ് നിൽക്കുന്നത്. പിന്നെ ഓരോ കേസും ഞാൻ ഏറ്റെടുക്കുമ്പോൾ എല്ലാം അത്ര ആത്മാർത്ഥതയോടെ ഒരു പുതിയ ഒരു സംഭവമായി കണ്ടുകൊണ്ട് ഞാനിതിനെ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ അതിനത്രയേറെ ശ്രദ്ധ, വളരെ പരിശ്രമവും ശ്രദ്ധയും ഇതിനാവശ്യമാണ്. ഒരല്പം പാളിപ്പോയാൽ നമുക്ക് തന്നെ അപകടം സംഭവിക്കും. ജീവൻ നഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും മാരകമായ മുറിവുകൾ അല്ലെങ്കിൽ മാരകമായിട്ടുള്ള ആക്രമണങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ വരുന്നവരൊന്നും സ്വബോധമുള്ളവരല്ല. അവരുടെ സ്വബോധം നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ തന്നെ ആലോചിച്ച് നോക്കിക്കോളൂ. ഞാൻ ഇത്രയും ആശ്വാസം കൊടുത്തിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് ഇരുന്ന ആ ശക്തി അദ്ദേഹത്തിനെ കൊണ്ട് ആത്മഹത്യ ചെയ്യിപ്പിക്കാനുള്ള ടെൻഡൻസി അതൊരുപാടായിപ്പോയി. അവസാന നിമിഷമാണ് എൻ്റെ അടുത്ത് എത്തിയത്. പക്ഷേ എനിക്ക് അതിനുള്ള അദ്ദേഹത്തിൻ്റെ രക്ഷിക്കാനുള്ള സമയവും കിട്ടിയില്ല. പക്ഷെ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിന് മരണവും പോയി. അദ്ദേഹം ഈ ഭൂമി വിട്ടുപോയി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ രോഗമായാൽ പോലും നമ്മളത് കൃത്യമായിട്ട് നമുക്ക് വിശ്വാസമുള്ള ഒരാൾ, ഇപ്പം എന്നെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്, എന്നെ അവിശ്വസിക്കുന്നവരുമുണ്ട്. പക്ഷെ വിശ്വസിക്കുന്നവർ അല്ലെങ്കിൽ നമ്മൾ ആരെയാണോ വിശ്വസിക്കുന്നത് അവരെ എത്രയും പെട്ടെന്ന് നമ്മൾ പോയി കാണുക, അതിനുള്ള പരിഹാര മാർഗങ്ങൾ, അതിന് ഒരു ദോഷമായാലും ഒരു രോഗമായാലും അല്ലെങ്കിൽ ഒരു നിയമ വിധത്തിലുള്ള, അതായത് ഒരു അഡ്വക്കേറ്റിനെ കാണുന്ന കാര്യത്തിലായാലും എന്ത് പ്രവൃത്തി, നമ്മൾ ആഹാരം കഴിക്കുന്നതിലും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ സമയാസമയം നമ്മൾ ചെയ്യുക. അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും നമുക്കൊന്നും തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ പലതും, നമ്മുടെ പല പ്രിയപ്പെട്ടതും, നമ്മുടെ ഏറ്റവും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത ഈ ഒരു സംഭവം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. പലരും ചോദിച്ചതാണ്. എൻ്റെ ജീവിതത്തിൽ ചിരിക്കാനുള്ള ഒരുപാട് സംഭവങ്ങൾ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ വേദനിക്കാൻ പറ്റുന്ന പലതും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരുപാടുണ്ട്. ഞാൻ 4 വർഷത്തിന് മുമ്പ് 5 വർഷത്തിന് മുമ്പ് അവതരിപ്പിച്ച 66 വർഷം ഒരു മകനെ കാത്തിരുന്ന അമ്മയുടെ ആത്മാവ്, അതൊക്കെ ഞാൻ കരഞ്ഞു പോയിട്ടുള്ള സംഭവങ്ങളാണ് അതൊക്കെ വന്നപ്പോൾ. അതുപോലെ തന്നെ തമിഴ്നാട് പോയി ജോലി ചെയ്യാൻ പോയ കുറച്ച് യുവാക്കളുടെ അതിൽ ഒരാൾക്കൊരു പ്രേതം പിടിച്ചു. മനുഷ്യ അവശിഷ്ടം വാരി കഴിക്കുന്ന അവസ്ഥയിലേക്ക് വരെ ആ ചെറുപ്പക്കാരൻ്റെ ജീവിതം പോയതും അവസാനം അതിനെ ഒഴിപ്പിക്കാൻ നേരത്ത് ഒരു ആത്മാവ് വന്നിട്ടാണ് അത് ചെയ്തത്. ആത്മാവ് ശരീരത്തിലേക്ക് വന്നിട്ട് ആ ആത്മാവിനുണ്ടായ ദുരന്തം, അതെങ്ങനെ മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ ഒരുപാട് നമ്മളെ മനസ്സിനെ തകർത്ത് കളയുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ആത്മഹത്യകൾ ചെയ്യാൻ വന്ന ടെൻഡൻസിയോടുകൂടി വന്നിട്ടുള്ളത്. നമ്മൾ കയ്യിലൊന്നും നിൽക്കാതെ പോയി വീണ്ടും അത് ചെയ്തൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റിനുമുണ്ട്. ഞാൻ ചെയ്തു, മറ്റുള്ളവർ ചെയ്തുമായിട്ടുള്ള സംഭവങ്ങൾ എനിക്കറിയാം. അപ്പോൾ ഇത് നമ്മൾ സൂക്ഷിക്കുക. ഇപ്പോഴും ഞാൻ പറയുന്നത്, പ്രേതത്തിന് നമ്മൾ പേടിക്കരുത്. പക്ഷേ നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുക. നമുക്കായാലും നമ്മുടെ പ്രിയപ്പെട്ടവർക്കായാലും അറിവുള്ളവർക്കായാലും
അത് അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. കാരണം ഇദ്ദേഹത്തിന് അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. കാര്യം ഡോക്ടർ വിചാരിച്ചിട്ട് രക്ഷപ്പെടുത്താൻ പറ്റില്ല. എനിക്കും അദ്ദേഹത്തിന് ഒരു രീതിയിലും അദ്ദേഹത്തിന് പിടിച്ചു നിർത്താൻ എനിക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഒരു തലം കഴിഞ്ഞു പോയാൽ നമുക്കാർക്കും ഇങ്ങനെയുള്ളവരെ രക്ഷിക്കാൻ സാധിക്കില്ല. അതായത് സ്വബോധം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അവർ കാണിക്കുന്ന അല്ലെങ്കിൽ അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇദ്ദേഹത്തിൽ എനിക്കൊരു ഭീതി തോന്നാൻ കാര്യം അദ്ദേഹം മറ്റൊന്നും പറയുന്നില്ല. ആരെ ഉപദ്രവിക്കുമെന്നോ എടുക്കുമെന്നോ അല്ലെങ്കിൽ മറ്റൊന്നും പറയുന്നത് എനിക്ക് ആത്മഹത്യ ചെയ്യണം ഇത് തന്നെ പറയുന്നു, കരയുന്നു. അപ്പം പറച്ചിൽ മാത്രമാണെങ്കിലും നമുക്ക് ഒരു പ്രതീക്ഷ വയ്ക്കാം. പക്ഷെ പറഞ്ഞ് കരയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് മാനസികമായിട്ടുള്ള അദ്ദേഹത്തിന് ഒരുപാട് തകർച്ച വന്നിരിക്കുന്നു. അത് സ്വന്തം ജീവിതത്തിലല്ല, ഈ വന്ന് നിൽക്കുന്ന ഈ ഒരു പവർ, ആ പവർ അദ്ദേഹത്തിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം. അദ്ദേഹത്തിൻ്റെ ഭാര്യയോ മക്കളെയോ മറ്റുള്ള ബന്ധുക്കളെയോ അതുവരെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെയോ ഭാവി ജീവിതത്തെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ആത്മഹത്യ ഈ ഒരു ചിന്ത മാത്രമേ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഇതൊരു വല്ലാത്തൊരു ജീവിതത്തിൽ മറക്കാത്തൊരു സംഭവം. പലരും ചോദിച്ചതാണ്. നമ്മളെല്ലാവരും ഒന്ന് സൂക്ഷിക്കുക എന്നുള്ളതാണ്. അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ നമ്മളൊന്നും ചെയ്യാൻ ഇതിന് സാധിക്കില്ല. പക്ഷെ നമ്മൾ ഭയപ്പെടുന്ന സമയത്തിന് നമ്മുടെ ഉള്ളിലേക്ക് കയറും. അങ്ങനെ കയറിയാൽ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുക. പെട്ടെന്നൊരു ഡോക്ടറിനെ കാണുക. അപ്പോൾ ഡോക്ടർ പറയും, മരുന്ന് തന്നതൊക്കെ നോക്കും. അത് കുറവില്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ഈ കാര്യങ്ങൾ ചെയ്യുക. കാരണം ഇത് തരുന്ന ദുരന്തം അത് മനുഷ്യ ജീവിതത്തിൽ ആർക്കും താങ്ങാൻ സാധിക്കുന്നതല്ല. ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് അനുസരിച്ച് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ അതുപോലുള്ള പ്രേതബാധ ദോഷങ്ങളോ ശത്രുദോഷങ്ങളോ എന്തെങ്കിലും ഉണ്ട്, അത് ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചോളൂ. അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ തന്നെ നേരിട്ട് അവിടെ വന്ന് കണ്ട് അതിൻ്റെ പൂർണ്ണമായി ഞാൻ മാറ്റിത്തരികയും ചെയ്യാം. എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ്. അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതിൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.